പതിറ്റാണ്ടുകൾ നീണ്ട ഭൂമി തർക്കം. കാണേണ്ടുന്നവർ കണ്ണു തുറക്കാൻ 41 ദിവസത്തെ നിരാഹാര സമരം. പിന്നാലെ സമവായ ചർച്ചകൾ നടത്തുമെന്ന് സർക്കാരിന്റെ ഉറപ്പ്. എന്നാൽ സമ്പൂർണ്ണ പരിഹാരം കാണുമെന്ന പ്രതീക്ഷ അസ്തമിപ്പിച്ചുകൊണ്ട് 41ാം ദിനം ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കുമെന്ന സർക്കാർ അനുരഞ്ജനം. ഒട്ടും വൈകാതെ തീരുമാനത്തിനെതിരെ പ്രദേശവാസികളുടെ പന്തം കൊളുത്തി പ്രതിഷേധം. ഭൂമിയുടെ മേൽ കൈവശാവകാശമുള്ള ആരെയും ഒഴിപ്പിക്കില്ലെന്നും നികുതി അടയ്ക്കുന്ന കാര്യത്തിൽ നിയമസഹായം നൽകുമെന്ന് പറയുന്നുണ്ടെങ്കിലും സർക്കാരിന്റെ ഉറപ്പിന്മേൽ വിശ്വാസം നഷ്ടപ്പെട്ടുവെന്ന് സമരസമിതി. ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് ഭൂമി വാങ്ങി സ്വന്തമാക്കിയത് ഇനിയൊരു ജുഡീഷ്യൽ അന്വേഷണം നടത്തി അതിന്റെ വാല്യൂ നിശ്ചയിക്കുന്നത് എന്ത് നീതിയാണ്? ഇതൊരു കാടത്ത നീതിയല്ലേ? തോറ്റത് ജനാധിപത്യമാണ്. പ്രശ്നമായി മുന്നിലുള്ളതാവട്ടെ വഖഫ് നിയമവും. മാറി മാറി വന്ന സർക്കാരുകളും കമ്മീഷനുകളും കാലങ്ങളായി വിഷയം പഠിച്ചിട്ടും കുടിയിറക്കില്ല എന്ന് പറയാൻ മാത്രം പ്രത്യേക യോഗം ആവശ്യമുണ്ടോ എന്നതാണ് ഇവരുടെ ചോദ്യം. എല്ലാവരെയും തകർക്കുന്നൊരു നിയമമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതൊരു മതത്തിനെതിരായിട്ടല്ല, നമ്മുടെ ജനാധിപത്യം ഇവിടെ തോറ്റു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഭാരതം തോറ്റു എന്നാണ്. കുടിയിറക്കില്ല എന്ന വാക്കിന്മേൽ ഉറപ്പല്ല, മറിച്ച് നഷ്ടപ്പെട്ട റവന്യൂ അവകാശങ്ങൾ തിരികെ ലഭിക്കണം. വിഷയത്തിൽ മുഖ്യമന്ത്രി അടക്കം കൈകഴുകിയെന്നും സർക്കാർ എന്തിന് ഭയക്കണമെന്നുമാണ് മുനമ്പം നിവാസികളുടെ ചോദ്യം. ഇപ്പോഴും മുഖ്യമന്ത്രി തിരിഞ്ഞു നോക്കണില്ല. മുഖ്യമന്ത്രി ഇപ്പോഴും അതായത് പീലാത്തോസ് കൈകഴി പോലെ കൈകഴി, ഞാൻ ഈ രക്തത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞ് ഇയാൾ ഒഴിഞ്ഞേക്കാണ്. അപ്പൊ ഈ 610 കുടുംബത്തിന് ഒരു ശാശ്വത പരിഹാരം ഇല്ലേ? ഈ ചെറിയ ചെറിയ വെടിവെക്കണേന്നല്ല, ഒറ്റ വെടിക്കങ്ങട്ട് എല്ലാവരും കൊന്നു കളഞ്ഞേരി വക്കപ്പോയിട്ട് തൊട്ട്. വളരെ സന്തോഷമായിട്ടാണ് പറയുന്നത്. ഒരു പാർട്ടിക്കും സ്നേഹവും ഇല്ല, ഒരു പാർട്ടിക്ക് എതിരെയുമല്ല. ഞങ്ങൾക്ക് സമാധാനമായിട്ട് ഞങ്ങൾക്ക് ജീവിച്ചാൽ മതി. ആ ഒരു ഇത് ഞങ്ങൾക്ക് കിട്ടണം. വിഷയത്തിൽ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് BJP സംസ്ഥാന അധ്യക്ഷനും രംഗത്തെത്തി. സർക്കാർ മുനമ്പം നിവാസികളോടൊപ്പമല്ല, വഖഫ് ബോർഡിനോടൊപ്പമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇന്നത്തെ നടപടി. തികഞ്ഞ വഞ്ചനാപരമായ സമീപനമാണ്. മുനമ്പം നിവാസികളെ സർക്കാർ വഞ്ചിച്ചിരിക്കുകയാണ്. നാളിതുവരെ കണ്ടതുപോലെയല്ല സ്വീകരിക്കുക പുതിയ സമരമുറകൾ. എങ്ങനെ സമരം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ജുഡീഷ്യൽ കമ്മീഷനുമായി സഹകരിക്കണോ എന്നതടക്കം നാളെ വൈകുന്നേരം 5 മണിക്ക് ചേരുന്ന യോഗത്തിൽ തീരുമാനിക്കാനാണ് സമരസമിതിയുടെ നീക്കം. ജോയ്സിയാറിനൊപ്പം സ്നേഹ മൊല്ലൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.